ഹലോ പത്തനംതിട്ട ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അവന്തികയുടെ ഫോൺ വിളിയിലും സംസാരത്തിലൊക്കെ അവന്തിക അച്ഛാന്നൊക്കെ വിളിച്ച് പലപ്പോഴും സംസാരിക്കുന്ന പോലെ അബിക്ക് തോന്നുകയാണ്. അപ്പോൾ ഈ ഒരു സംസാരം അബി ഇങ്ങനെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവന്തിക സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റൂമിലേക്ക് അബി കയറി ചെല്ലുകയാണ്. നീ ആരോട്ടാ സംസാരിക്കുന്ന ഫോണിൽ? അച്ഛാന്നൊക്കെ വിളിക്കുന്നത് കേട്ടല്ലോ. ഞാൻ കരുതി ഇനി നമ്മളെ തിരിഞ്ഞു നോക്കാതെ പോയ ഒരാളുണ്ടല്ലോ, അയാളെ ഇനി നീ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവും എന്നൊക്കെയാണ് അബി പറയുകയാണ്. അപ്പോൾ അവന്തിക പറയുന്നത് അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛനോട് ഞാൻ സംസാരിക്കും, അബിയേട്ടൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബിക്കാണെങ്കിൽ അവന്തിക പറയുന്നത് കേട്ടിട്ടും ആകെ ഒരു സംശയത്തിലാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എന്തോ, അപ്പോൾ അയാളെക്കുറിച്ച് അറിയാമല്ലോ, നമ്മളെ കൊച്ചുനാളിലെ കളഞ്ഞിട്ട് പോയതാണ്, പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് അത് മുത്തശ്ശനും അമ്മയൊക്കെ പറഞ്ഞു കേട്ട് അറിവില്ലേ, അതിനെ പറഞ്ഞു കേട്ട് അറിവാളില്ലേ നമുക്കുള്ളൂ, അല്ലാതെ യഥാർത്ഥത്തിലുള്ള വസ്തുക്കളും കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ എന്നൊക്കെ അവന്തിക അബിയോട് പറയുന്നുണ്ട്. പിന്നീട് അവന്തിയെ വിളിച്ചിരുന്നത് അച്ഛനെയായിരുന്നു കേട്ടോ. അങ്ങനെ അബി അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറയുകയാണ്, ഇടയ്ക്കൊക്കെ മോൾ ഇങ്ങോട്ട് ഇറങ്ങണം, എപ്പോഴും അവിടെ ഇരിക്കേണ്ട കാര്യമില്ല, ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അപ്പോഴുള്ള വിവരങ്ങളെല്ലാം അവന്തിക വിളിച്ചിട്ട് അച്ഛനോട് നാഗേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന്തിക റെഡിയായിട്ട് നേരെ ആ ഒരു ഹോട്ടലിലാണല്ലോ റൂം, അവിടെയാണ് താമസിക്കുന്നത്, അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നാലെ തന്നെ അവധി ഇറങ്ങി വരുന്ന സമയത്ത് അബിയാണെങ്കിൽ ഇപ്പോൾ മറ്റേ പഴയ ആ ഒരു സ്വഭാവമൊക്കെ മാറി കുറേ ക്യാഷൊക്കെ ആയപ്പോൾ ഏതോ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടിയിരിക്കുകയാണ്. അങ്ങനെ ആരെ വിളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ അവന്തിക ഇറങ്ങി പോകുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ അബി പിന്നാലെ കൂടുകയാണ്. പിന്നാലെ എന്ന് വെച്ചാൽ തൊട്ട് പുറവേനല്ല കേട്ടോ, ഇത്തിരി ഗ്യാപ്പിട്ട് അവന്തിക ശ്രദ്ധിക്കാത്ത മട്ടിലാണ് പുറവേ പിന്നാലെ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് നന്ദുവാണ്. നന്ദു നേരെ ആദർശിൻ്റെ വീട്ടിൽ അതിനടുത്ത് എത്തുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ്. ആ ഒരു ഹോട്ടലിൽ താമസിക്കുന്നത് ജ്വല്ലറിയായിട്ട് ബന്ധപ്പെട്ട ആരാണ്. അപ്പോൾ അവിടെ ഒന്ന് റെയ്ഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിന് സഹായം വേണമെന്ന് പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്നിട്ട് മുത്തശ്ശനെ വിളിക്കണം. മുത്തശ്ശ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ആൾ ആ ഹോട്ടലിൽ തന്നെയുണ്ട്. അപ്പോൾ അതിന് അവിടെ ഒരു റെയ്ഡ് അറേഞ്ച് ചെയ്ത് അതിനുള്ള ഒരു ഓർഡർ വാങ്ങിക്കൊടുക്കാൻ പറ്റും മുത്തശ്ശൻ ചോദിക്കണം. അങ്ങനെ മുത്തശ്ശൻ സമ്മതിക്കുന്നുണ്ട്. അവരുടെ മുത്തശ്ശനൊരു കാര്യം പറയുന്നുണ്ട്. അത് ഈ ഒരു പാക പ്രശ്നത്തിലായി ഒരുത്തനെ വീട് വിട്ട് ഇറങ്ങിപ്പോയി, മറ്റൊരുത്തനാണെങ്കിൽ ആകെ ടെൻഷൻ, അനിയുടെ കാര്യമാണ്, ആകെ ടെൻഷനിലാണ്, ജ്വല്ലറിയെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ കണ്ടുപിടിച്ചേ പറ്റും, ഞാൻ നോക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ ഫോൺ വെച്ച ശേഷം നന്ദു പറയുകയാണ് ആദർശിൻ്റെ അടുത്ത് ആദർശിട്ട് ഉറപ്പായിട്ടും മുത്തശ്ശനെ പറച്ചിലിട്ടെങ്കിൽ ഇപ്പോൾ തന്നെ റെഡിയാക്കി തരും എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നന്ദു നേരെ ആ ഹോട്ടലിലേക്ക് പോകുന്നു. അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ ആ റിസപ്ഷനിൽ ഇരിക്കുന്ന ആ ഒരു കുട്ടി അപ്പോൾ തന്നെ ഫോൺ വിളിച്ചിട്ട് നാഗേന്ദ്രടുത്ത് പറഞ്ഞു, ദേ പോലീസ് എത്തിയിട്ടുണ്ട്, റെയ്ഡാണെന്ന് തോന്നുന്നു പറയുകയാണ്. അങ്ങനെ നന്ദു നേരെ വന്നു, ആ റിസപ്ഷനിൽ വന്ന് ഇങ്ങനെ ഇവിടെ ഒരു റെയ്ഡ് ഉണ്ട് പറഞ്ഞ് അങ്ങനെ എല്ലാ റൂമും ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ വന്ന് 106-ാമത്തെ റൂം ചെക്ക് ചെയ്യുമ്പോൾ ആ റൂം മാത്രം തുറക്കുന്നില്ല. അപ്പം നന്ദുവിനപ്പം തന്നെ സംശയം തോന്നി, ഈ റൂമിലായിരിക്കും എന്തോ രഹസ്യം ആ ഒരാളുള്ളത് എന്ന് മനസ്സിലാവുകയാണ്. നന്ദു അവിടെ വെയിറ്റ് ചെയ്യാതെ തന്നെ താഴേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും നാഗേന്ദ്രൻ പുറം വഴി ഒരു കാറിൽ കയറി പോകുന്നതായിട്ട് നമ്മെ കാണിക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുവിന് കണ്ടെത്താൻ കഴിയുന്നില്ല. നന്ദു താഴെ വന്നെല്ലാം നമ്മളൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ തന്നെ നന്ദു വിളിച്ചിട്ട് ആദർശനോട് പറയുന്നുണ്ട്, നമ്മളുടെ ശ്രമമെല്ലാം പരാജയപ്പെട്ടു, ഇവിടെ ഒന്നും കണ്ടെത്താനായില്ല എന്ന് പറയുകയാണ്. പിന്നീടാണ് അവിടേക്ക് ഈ ഒരു ഹോട്ടലിലേക്ക് അവന്തിയെ കയറി വരും. റിസപ്ഷനിൽ വരുമ്പോൾ പറയുന്നുണ്ട് അച്ഛൻ ഇവിടെ ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ മോള എന്ന് പറയുമ്പോൾ അറിയാം അവർക്ക്, അപ്പോൾ സ്ഥിരം വരുന്ന ആളെ. അപ്പോൾ അച്ഛൻ സാർ ഇവിടെ ഇല്ല, പുറത്തേക്ക് ഇവിടെ റെയ്ഡ് ഉണ്ടായിരുന്നു പറയാം. അതെന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞില്ല, എനിക്കൊരു സൂചന നൽകിക്കൂടായിരുന്നോ എന്ന് അവന്തിയെ ചോദിക്കുകയാണ്. അങ്ങനെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവന്തിക നേരെ അച്ഛനെ വിളിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ വന്നു, അച്ഛനെ കണ്ടില്ല എന്ന് പറയുമ്പോൾ നാഗേന്ദ്രൻ ഉള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു, അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയുന്നു. അങ്ങനെ അവന്തിയെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിന് പിന്നാലെ തന്നെ അബി എത്തുകയാണ് കേട്ടോ. അബിക്ക് മനസ്സിലായി അവിടെ നിന്ന് പോകുന്നു. അബി നേരെ അവന്തിയുടെ പിന്നാലെ ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അവന്തിക നേരെ ചെല്ലുന്ന ഒരു വീട്ടിലേക്കാണ്. അവിടെ നാഗേന്ദ്രനുണ്ട്. ഒരു സ്ത്രീയാണ് വന്ന് ഡോർ തുറക്കുന്നത്. അപ്പോൾ അച്ഛൻ എന്ത് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അകത്തേക്ക് ചെല്ലാൻ പറയുന്നു. അപ്പോൾ അവിടെ ഉണ്ട്. അങ്ങനെയൊക്കെ അവർ കണ്ട് അങ്ങനെ അവിടെ ചെന്ന് അകത്ത് കയറി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ അവിടെ റെയ്ഡ് കിടന്നിട്ട് ഇനി എൻ്റെ പിന്നാലെ പോലീസ് വരും, എനിക്ക് ഭയമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നു, എന്നെ ഒരിക്കലും കീഴ്പ്പെടുത്താൻ കഴിയില്ല. കാരണം ഇതിനൊക്കെ പിന്നിൽ ചിലപ്പോൾ ഈ റെയ്ഡിന് പിന്നിൽ മൂർത്തീസ് അവിടെ ജ്വല്ലറിയിലെ ആൾക്കാരായിരിക്കും, അനന്തപുരി തറവാട്ടിലെ ആൾക്കാരായിരിക്കും. പക്ഷേ എന്നെ ഒരിക്കലും പഴയ രീതിയിലൊന്നും കീഴ്പ്പെടുത്താൻ കഴിയില്ല. അതിനും അപ്പുറത്തേക്ക് ഞാൻ വളർന്നിട്ടുണ്ട്. അപ്പോൾ മോൾ അങ്ങനെ പേടിക്കേണ്ടെന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് കോളിംഗ് ബെല്ല് നോക്കണം. ഇത് കേൾക്കുമ്പോൾ അവന്തിക്ക് ഒരു പേടിയാവുന്നുണ്ട്, ഇനി ആരാണ്, പോലീസാണോ? അങ്ങനെ ആ ഒരു സ്ത്രീ എന്ന് ഡോർ തുറക്കുമ്പോൾ അബിയാണ്. ഇവിടെ ആരും ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ അബി പറയുന്നു അതല്ല, എൻ്റെ പെങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നല്ലേ, ഇവിടെ ആരുമില്ല സാർ എന്ന് പറയുകയാണ്. അതല്ല നിങ്ങൾ മാറുമെന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചു മാറ്റിയിട്ട് അബി നേരെ ഇനി കയറി
വരുവാണ് ബലാത്കാരിയായിട്ട്. കയറി വരുന്ന സമയത്താണ് അവന്തിയും അതുപോലെ നാഗേന്ദ്രനും കാണുന്നത്. നീ എന്താണ് ഇവിടേക്ക് വന്നത്? നീ ഇതിനാണോ നീ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്കാണോ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതാരാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നാഗേന്ദ്രൻ അബിയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നിനക്കെന്നെ മനസ്സിലായില്ലേ? സ്വന്തം അച്ഛനെ കണ്ടിട്ട് പോലും മനസ്സിലാകാത്ത ഒരു മകൻ എന്ന് പറയുമ്പോൾ അബി അതിശയിച്ച് പോവുകയാണ് കേട്ടോ. അബിയുടെ പെട്ടെന്ന് കണ്ണൊക്കെ നിറയുന്നു, അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു, സങ്കടം പങ്കുവെക്കുന്നു, മുഖത്തേക്ക് ഇങ്ങനെ അദ്ദേഹം നോക്കിയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ നിനക്കിതുവരെ മനസ്സിലായില്ല. അപ്പോൾ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയണം. അന്ന് കുഞ്ഞുനാളിൽ ഞാൻ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു, എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ആ ഒരു സമയത്ത് നിങ്ങളുടെ അമ്മ എൻ്റെ കൂടെ വരാൻ തയ്യാറായില്ല. അവൾക്ക് അന്നും കാശായിരുന്നു പ്രധാനം. അന്ന് എനിക്ക് കാശുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വിട്ട് എന്നെ കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങളെ എന്തൊക്കെയായി കഴിഞ്ഞു കഴിഞ്ഞാലും ഇനിയും അവളെ സ്വീകരിക്കുന്നതിനകത്ത് മറ്റെന്ത് സ്വീകരിച്ചാലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, എനിക്കും അതിൽ വലിയ താല്പര്യമില്ല, എനിക്കങ്ങനെ അഭിപ്രായം ഇല്ല എന്നുള്ള രീതിയിൽ പറയുകയാണ് കേട്ടോ. പിന്നീട് ഇടയ്ക്കൊന്ന് കാണിക്കുന്നത് നവ്യയാണ്. നവ്യ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ചന്തുമോളാണെങ്കിൽ കുട്ടീനെ കളിപ്പിക്കാൻ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് വല്യമ്മ വരുന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോകാൻ നേരത്ത് നവ്യ പറയുന്നത്, വേണ്ട മോൾ അവിടെ തന്നെ ഇരുന്ന് കളിച്ചു എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നവ്യ ഭയങ്കര സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി രണ്ടുപേരെയും നോക്കിയിരിക്കുന്ന രംഗമൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം രണ്ടും ഒരേ ചോരയല്ലേ, ഒരേയാളുടെ മക്കൾ. അപ്പോൾ ആ ഒരു സ്നേഹത്തോടു കൂടി ഇങ്ങനെ രണ്ടുപേരും നോക്കിയിരിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നവ്യ അമ്പലത്തിൽ പോവുകയാണ്. അമ്പലത്തിൽ പോകുന്ന സമയത്ത് അവിടെ രണ്ടും ചന്തുമോളുടെ പേർക്കും അതുപോലെ തന്നെ അനിത പത്മനാഭൻ്റെ പേർക്കും 2 പേർക്കും അമ്പലത്തിൽ അർച്ചനയുമൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ അവിടേക്ക് നയനയും അതുപോലെ തന്നെ ആദർശും എത്തുന്നുണ്ട് കേട്ടോ, അമ്പലത്തിൽ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ അവിടേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് അവർ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പം ചേച്ചി എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ്. എനിക്കെന്താ അമ്പലത്തിൽ വന്നുകൂടെ, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആദർശ് പെട്ടെന്ന് പറയുന്നുണ്ട്, കുടുംബത്തിലുള്ളവരെല്ലാം നശിച്ചു പോണേന്നായിരിക്കും നീ പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചത് എന്താണെന്ന് ദൈവത്തിനും എനിക്കും അറിയാം, അത് മാത്രം മതി, ആർക്കൊക്കെ വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചതെന്ന് അങ്ങനെ പറഞ്ഞു വേണം. അപ്പോൾ ആ ഒരു സംസാരമൊക്കെ കേട്ടുമ്പോൾ നയന പറയുന്നുണ്ട്, ചേച്ചിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നു, വേണ്ട, അവൾക്ക് അങ്ങനെ ഒരു മാറ്റവും വരില്ല, നിനക്കങ്ങനെ ഒരു ചേച്ചിയില്ല, അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ എന്നാണ് പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് നാഗേന്ദ്രനെയും അബിയുമാണ്. അപ്പോൾ അബി എടുത്ത് ചോദിക്കുന്നുണ്ട്, AN ജ്വല്ലറിയുടെ ഫുൾ ഫോം നിനക്കറിയാവോ? അല്ലേ? അപ്പോൾ പറയുന്നു, അവന്തിയെന്നോ അല്ലെങ്കിൽ മറ്റെന്തോ ആയിരിക്കും, അവന്തിയെന്നോ അല്ലെങ്കിൽ അബിയെന്നോ ആയിരിക്കും. അങ്ങനെ ഒരു ഇതിൽ അവന്തിയെന്ന് തന്നെയാണ്. കാരണം അവൾക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവുണ്ട്, നിനക്കതില്ല. അതുകൊണ്ടാണ് നിന്നോട് സത്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നത്. പിന്നെ എന്തൊക്കെയായാലും നിൻ്റെ അമ്മയെ എനിക്ക് ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതിന് സാധിക്കില്ല. കാരണം അവൾക്ക് അന്നും സ്വത്തിനോടായിരുന്നു താല്പര്യം. പിന്നെ ഇപ്പോൾ AN ജ്വല്ലറി ഒരു മാനേജറായിട്ട് വന്ന ആൾ അതിൻ്റെ ഓണറാണെന്ന് സത്യം മനസ്സിലായല്ലോ അബിക്ക്. അപ്പോൾ അവളെ ഇങ്ങനെ കാണുന്നതിൽ അവന്തികയുടെ ഇങ്ങനെ വെച്ചേക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോൾ പുറമേ അബി പറയുന്നുണ്ട്, അത് സാരമില്ല, അവളെൻ്റെ അനിയത്തിക്കുട്ടിയല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിലും മനസ്സിൽ കാണുന്നു, എനിക്കും ഇതേ അനിയത്തിയായാലും ആരായാലും വളരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നാണ് അബി മനസ്സിൽ കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷകരമായിട്ട് കെട്ടിപ്പിടിക്കുകയും അച്ഛനോടുള്ള സ്നേഹം പങ്കിടും. ഭയങ്കര സന്തോഷത്തിലാണ് അച്ഛനും മോനും ചേർന്നിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ് അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിരിയുന്നത്. ഇനിയിപ്പോൾ AN ജ്വല്ലറിയുടെ ഓണറായിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടല്ലോ. പിന്നീട് കാണിക്കുന്നത് നവ്യ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അബിയെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് ഇതൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോയിട്ട് വന്നതാന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ വന്ന ഓരോ കാര്യങ്ങൾ ഇനിയിപ്പോൾ AN ജ്വല്ലറി ഒരിക്കലും എന്നെ പറഞ്ഞയക്കാൻ കഴിയില്ല, അത് എൻ്റെ കാര്യമൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഒരിക്കലും എനിക്ക് അവിടെ പുറത്ത് പോകേണ്ടി വരില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് ഉറച്ച് സംസാരിക്കാതെ, ഇവിടെ മറ്റുള്ളവർ കേട്ടാൽ ഇത് മതി നമ്മൾ ഇവിടുന്ന് പുറത്താക്കാൻ, ആരെങ്കിലും പുറത്തായിക്കോട്ടെ, ഞാൻ വേറെ മാർഗ്ഗം കണ്ടോളാം, എനിക്കതിൽ യാതൊരു പേടിയില്ല എന്നൊക്കെ തുറന്ന് പറയുകയാണ് അബി. ഇതൊക്കെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെ നവ്യ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. നവ്യ അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ അമ്പലത്തിൽ പോയിരുന്നു, നമുക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് അബി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ജലജ കാണുന്നു. ജലജ ചോദിക്കുന്നുണ്ട്, ഇത് ഞായറാഴ്ചയല്ലേ, എനിക്ക് പുറത്തേക്കൊന്ന് പോകണം, ഇത്തിരി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, നിനക്കൊന്ന് വരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, എനിക്കിപ്പോൾ പുറത്ത് വരാൻ പറ്റില്ല, എനിക്ക് ഞായറാഴ്ചയിൽ ഓഫീസിൽ പോകണം, ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യാനായിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അപ്പോൾ വണ്ടി അമ്മ എടുത്തോളൂ, ഡ്രൈവറും ഉണ്ട്, ക്യാഷ് എത്ര വേണമെങ്കിലും ഞാൻ അയച്ചു തരാം, അമ്മ ഷോപ്പിങ്ങിന് പോയിക്കോളാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വിശേഷങ്ങൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല കിടിലൻ രംഗങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ പത്രമാറ്റിൽ വരാനായിട്ടുള്ളത്, ഒരിക്കലും മിസ് ചെയ്യരുത്. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.